കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 4ാം ബാച്ചിലെ വിദ്യാർത്ഥികളും സംസ്ഥാനത്തെ സീനിയർ ഡോക്ടർമാരായവരുടെ അപൂർവ സംഗമത്തിന് കോഴിക്കോട് വേദിയായി. പ്രായത്തെ അവഗണിച്ചുള്ള പ്രകടനങ്ങൾക്കും സന്തോഷ നിമിഷങ്ങൾക്കുമാണ് സംഗമം 2024 സാക്ഷ്യം വഹിച്ചത്. സംഗമം 2024 എന്ന പേരിലുള്ള കൂട്ടായ്മ ഹോട്ടൽ ഹൈസണിലാണ് ഒത്തുചേർന്നത്. എല്ലാവരും 80 വയസ്സ് കഴിഞ്ഞവർ, സംസ്ഥാനത്തിനകത്തും വിദേശങ്ങളിലും സേവനമനുഷ്ഠിച്ച വിദഗ്ധരായ ബിഷഗ്വരന്മാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് രൂപം കൊണ്ടതിനു ശേഷം 1960-ലാണ് ഇവർ ഡോക്ടർമാരാകാൻ വിദ്യാർത്ഥികളായി എത്തുന്നത്. അക്കാലത്ത് പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ സ്മരണകൾ സംഗമത്തിൽ ഉയർന്നു വന്നു. അന്ന് 180 പേരാണ് 4ാം ബാച്ചിൽ പഠിച്ചിരുന്നത്. അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ 90 പേരാണ്. ശാരീരിക അവശതകൾ വകവയ്ക്കാതെയാണ് 50ഓളം പേരും അവരുടെ കുടുംബാംഗങ്ങളും സംഗമത്തിനെത്തിയത്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും സംഗമത്തിലെ ഗുരുസ്ഥാനീയരായ ഡോക്ടർമാരുടെ ശിഷ്യനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ എൻ അശോകൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം കൽപ്പറ്റയിൽ നടന്ന സംഗമത്തിന് ശേഷം തങ്ങളെ വിട്ടുപിരിഞ്ഞ 3 പ്രിയ സുഹൃത്തുക്കളുടെ ഓർമ്മകൾക്ക് മുൻപിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചാണ് പരിപാടിക്ക് തുടക്കമായത്. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. പ്രായത്തെ മറന്നാണ് പരിപാടികളിൽ അംഗങ്ങൾ മുഴുകിയത്. ഡോക്ടർ കാർത്യാനി ജോസ്, ഡോക്ടർ ചെല്ലമ്മ എന്നിവർ സ്റ്റേജിൽ നടന വൈഭവത്തിന്റെ അലയൊലികൾ തീർത്തപ്പോൾ സദസ്സ് എല്ലാം മറന്ന് ആസ്വദിച്ചു. മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ PV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശങ്കർ മഹാദേവൻ, ഡോക്ടർ മുരളീധരൻ നമ്പൂതിരി, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ എന്നിവർ ആശംസകൾ നേർന്നു. മെഡിക്കൽ കോളേജ് ENT വിഭാഗം മുൻ മേധാവിയും മുതിർന്ന ENT ഡോക്ടറുമായ അശോക് കുമാർ, ഡോക്ടർമാരായ TPV സുരേന്ദ്രൻ, ഡോക്ടർ നൂറുദ്ദീൻ, ഡോക്ടർ രാഘവൻ, ഡോക്ടർ സുധാരത്നം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടിയങ്ങര ഷെയ്ഖ് പള്ളി മക്കാമിലെ 465-ാം അപ്പവാണിഭ നേർച്ച ഉറൂസ് മുബാറക്